5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കുവാനുള്ള നിർണായകമായ നീക്കത്തിൽ ആണ് ശാസ്ത്രലോകം. അതിൻ്റെ ഭാഗമായി നാസ നടത്തുന്ന ദൗത്യം ഇപ്പോൾ തുടക്കത്തിൽ വിജയകരമായിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്ന് വിക്ഷേപണം നടത്തിയിട്ടുള്ള ആർട്ടിമസ് 2 എന്ന വിക്ഷേപണ ദൗത്യം വിജയകരമാക്കാൻ സാധിച്ചിരിക്കുന്നു നാസയ്ക്ക് എന്നുള്ളതാണ്. അമേരിക്കയിലെ കനേഡിയൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ഈ ചരിത്ര ദൗത്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ വിക്ഷേപണത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനം എന്നത് ചന്ദ്രോപരിതലത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അവിടെ സ്ഥിരമായ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക എന്നതാണ്. എന്താണ് ഈ ആർട്ടിമസ് 2, എന്തൊക്കെയാണ് ആർട്ടിമസ് 2വിൻ്റെ ലക്ഷ്യങ്ങൾ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ആണ് പൂർത്തിയായത്. പ്രത്യേകിച്ച് 1972 ആയിരുന്നു അപ്പോളോ 2 എന്ന ദൗത്യത്തിലൂടെ അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത്. അതിനുശേഷം 54 വർഷങ്ങൾ ആയിരിക്കുന്നു മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചിട്ട്. ഇതുവരെയും ചന്ദ്രനിലേക്ക് പിന്നീട് മനുഷ്യനെ അയച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ശാസ്ത്രലോകത്ത് തന്നെ അഭിപ്രായ ഭിന്നതകൾ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ചന്ദ്രോപരിതലത്തിൽ നിരവധിയായ ധാതുക്കളുടെ സാന്നിധ്യം ഉൾപ്പെടെ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കാനും അവിടെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഉള്ള ഇടത്താവളമാക്കി ചന്ദ്രനെ മാറ്റുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ദൗത്യവും ആയിട്ടാണ് ഈ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആർട്ടിമസ് 2 എന്ന പേടകം പുറപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിക്ഷേപണം ഇപ്പോൾ വിജയകരമായിരിക്കുന്നു. പല സാങ്കേതികമായ പ്രശ്നങ്ങളും നേരത്തെ അനുഭവപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ചതായിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും അനുകൂലമാകുന്ന സാഹചര്യമായിരുന്നു. കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമായ പശ്ചാത്തലത്തിലാണ് ഈ വിക്ഷേപണം നടത്തിയത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വിക്ഷേപണത്തിന്റെ തുടക്കത്തിൽ നാസയിലെ ശാസ്ത്രജ്ഞർ വളരെ ആശങ്കപ്പെട്ട പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിന് കാരണം എന്നത് ഈ വിക്ഷേപണം നടത്തിയ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഈ നിലയങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ സംവിധാനത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചു, ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യം സൃഷ്ടിച്ചു എന്നതാണ്. എന്നാൽ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങി. അങ്ങനെ പേടകത്തിലുള്ളവരുടെ സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങി. ഇപ്പോൾ എന്താണ് എങ്കിലും ഈ ദൗത്യം ഉദ്ദേശിച്ച നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് നാസ അറിയിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സംഘത്തിൽ ആരൊക്കെ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഇക്കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണ്. റീഡ് വൈസ്മാൻ എന്ന നാസയിലെ യാത്രികൻ ഉണ്ട്, വിക്ടർ ഗ്ലോവർ എന്ന യാത്രികനുണ്ട്. ഇതിൽ റീഡ് വൈസ്മാൻ ആണ് ഈ സംഘത്തെ നയിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. വിക്ടർ ഗ്ലോവർ ആണ് പ്രധാനമായും ഈ ഒരു പൈലറ്റ് എന്ന നിലയിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു പേര് ക്രിസ്റ്റീന കോച്ചിൻ്റെതാണ്. ക്രിസ്റ്റീന കോച്ച് ഈ ദൗത്യ സംഘത്തിലെ ഏക വനിതയാണ്. അതായത് ചന്ദ്രനിലേക്ക് ഉള്ള ഈ യാത്രയിലെ ഏക വനിത എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ മറ്റ് 3 പേരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വനിതയ്ക്കാണ് ഈ ബഹിരാകാശ യാത്രയിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്ത് എന്നതുകൂടിയാണ്. ഏറ്റവും കൂടുതൽ സമയം ഈ 3 പേരെ അപേക്ഷിച്ച് ചെലവഴിച്ചിട്ടുള്ളതും ക്രിസ്റ്റീന കോച്ചാണ്. മറ്റൊന്ന് ജെറമി ഹാൻസൺ ആണ്. അദ്ദേഹം കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ യാത്രികൻ ആണ് എന്നതാണ്. ഒപ്പം മറ്റു 3 പേരും അമേരിക്കയിൽ നിന്നുള്ളവരാണ് എങ്കിൽ ജെറമി അമേരിക്കയ്ക്ക് പുറത്തു നിന്നുള്ള യാത്രികൻ ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നത്, നാസയാണെങ്കിലും ISRO ആണെങ്കിലും ഈ ബഹിരാകാശ പരിവേഷണ കേന്ദ്രങ്ങളെല്ലാം കൂടുതൽ ജനപ്രിയമാകാനും ജനകീയമാകാനും ഒക്കെ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പരിവേഷണ വിവരങ്ങൾ കൃത്യമായി ഓൺലൈനുകളിലൂടെയൊക്കെ ഇവർ സംപ്രേഷണം ചെയ്യാറുണ്ട്. പ്രേക്ഷകരുമായി അല്ലെങ്കിൽ സാധാരണക്കാരുമായി വിവരങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യമുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് റോക്കറ്റുകൾ ഉയരുമ്പോൾ അത് നേരിട്ട് കാണാൻ പോലും നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് 56 ലക്ഷം പേരുടെ പേരുകൾ ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ ആർക്കൈവ് കൂടി ഇവർ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഇടം കൂടിയാക്കി മാറ്റുക എന്നതാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് എന്നത് SLS എന്നതാണ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നതാണ്. നാസയുടെ ഏറ്റവും വിശ്വസനീയമായ ഏറ്റവും പവർഫുൾ ആയ റോക്കറ്റ് ആണ് SLS എന്നതാണ്. ഈ SLSന് 32 നിലകൾ ഉണ്ട്. ആ നിലകളിൽ ആണ് ഓരോ പ്രവർത്തനവും നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഓറിയോൺ എന്ന ഈ പേടകം ആണ്. അതായത് ഈ യാത്രക്കാർ സഞ്ചരിക്കുന്നത് ഈ പേടകത്തിന് ഉള്ളിൽ ആണ് എന്നതാണ്. ഈ പേടകമാണ് വരും ദിവസങ്ങളിൽ അടക്കം ചന്ദ്രനെ ഭ്രമണം ചെയ്യാൻ പോകുന്നത്. അതിൽ 4 സ്വകാര്യ അറകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ശുചിമുറിയുണ്ട്. ഇത് മാത്രവുമല്ല, വളരെ കൃത്യമായി ഈ ഓറിയോൺ പേടകത്തിൽ ഈ 10 ദിവസത്തേക്കുള്ള ഭക്ഷണം, ഈ യാത്രികർക്കുള്ള ഭക്ഷണം, ആവശ്യത്തിന് വെള്ളം, ഓക്സിജൻ എന്നിവയാണ് കരുതിയിട്ടുള്ളത്. ഇവർ ദിവസങ്ങളായി, ഈ 4 പേരും ദിവസങ്ങളായി ഇതിന്റെ പരിശീലനത്തിലാണ്. ദിവസങ്ങളായി അവർ ക്വാറന്റൈനിൽ ആണ്. പുറം ലോകവുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. അങ്ങനെ കൃത്യമായ ആരോഗ്യത്തോടു കൂടി എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഈ യാത്രക്കിടെ സംഭവിച്ചാൽ അവർക്ക് തിരികെ എത്താൻ സാധിക്കില്ല. അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ പരിചിത സമ്പന്നർ ആണ് എങ്കിൽ പോലും അങ്ങനെയുള്ള 4 അംഗ സംഘത്തിന് സമയം ചെലവിടാൻ പറ്റുന്ന, പരിവേഷണം നടത്താൻ പറ്റുന്ന പേടകം ആണ് ഇത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത് ഏതാണ്ട് 22 ലക്ഷം കിലോമീറ്റർ ആണ്. 22 ലക്ഷം കിലോമീറ്റർ എന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ബ്രെയിനിൽ ഉൾക്കൊള്ളാവുന്ന ഒരു ദൂരമേ അല്ല. അത്രയും ദൂരം ആണ് ഈ സഞ്ചാരികൾ പോകുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെ 50 തവണ വലം വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദൂരം, ആ ദൂരം ആണ് ഇവർ സഞ്ചരിക്കുന്നത് എന്നതാണ്. ആ ദൂരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ലോകത്തിൽ ഈ ബഹിരാകാശ യാത്രികർ നടത്തിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ യാത്രകളുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് എത്തുന്നത് കിലോമീറ്റർ അളവിലാണ് കണക്കാക്കാറുള്ളത്. മനുഷ്യൻ സാധാരണ തുടർച്ചയായി യാത്ര ചെയ്താൽ പോലും ഇത്രയധികം ദൂരം ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ആരും യാത്ര ചെയ്തിട്ടില്ല എന്നതാണ് ഈ യാത്രയുടെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ഇനിയാണ് എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം? ഈ ചന്ദ്രദൗത്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണയുണ്ടാകാം. ചന്ദ്രനിലേക്ക് ഈ 4 പേരെ ഇറക്കുക എന്നതാണ് ഈ ദൗത്യം എന്ന്. ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ദൗത്യം നടത്തുന്നത്. മറിച്ച് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനെ ഇനിയും എത്തിക്കാൻ, അതിൽ തന്നെ ഏറ്റവും നല്ല ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ, അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ, സ്ഥിരമായ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ ചന്ദ്രന്റെ ഏത് ഭാഗമാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത് എന്നത് ഉൾപ്പെടെ നിരീക്ഷിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. അതനുസരിച്ച് ചന്ദ്രോപരിതലത്തിന് പുറത്തു നിന്നുകൊണ്ട് ആയിരിക്കും ഇവർ നിരീക്ഷണങ്ങൾ നടത്തുക. 10 ദിവസം ഇവർ നിരീക്ഷണങ്ങൾ നടത്തി ഒരു ലൂണാർ ഗേറ്റ്വേ സ്റ്റേഷൻ, അതായത് ഒരു ബഹിരാകാശ നിലയം പോലെ തന്നെ ചന്ദ്രനിൽ ഒരു ഇടത്താവളം. നമ്മൾ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന വീട് പോലെ, അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മറ്റൊന്നാണ് എങ്കിൽ പോലും ഒരു ഇടത്താവളം പോലെ കൃത്യമായി താമസിച്ച് അവിടെ തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുക. അത് ചൊവ്വയിലേക്കുള്ള യാത്രയിലടക്കം, അതായത് ചൊവ്വയിലേക്കുള്ള യാത്ര എന്നത് ലക്ഷ്യമായി മാറുമ്പോൾ ആ യാത്രയ്ക്കൊരു ഇടത്താവളം, നമ്മൾ പലപ്പോഴും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷനുകളിൽ ഇറങ്ങി മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നത് പോലെ ചൊവ്വയിലേക്കുള്ള ഒരു യാത്ര, അത് ഒരു പക്ഷേ ഒരു ഹോളിവുഡിലെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയൊക്കെ പോലെ നമുക്കിപ്പോൾ തോന്നാം. പക്ഷേ എന്തു തന്നെയാണ് എങ്കിലും കാലം മുന്നോട്ട് പോവുകയാണ്. ഒരു പക്ഷേ പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ ശേഷം ആ തലമുറ ജീവിക്കുന്നത് ഒരു പക്ഷേ ചൊവ്വയിലാകാം, അതല്ല എങ്കിൽ ചന്ദ്രനിലാകാം. അങ്ങനെയുള്ള സാധ്യതയെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിവേഷണം നടത്തുന്നത്. മറ്റൊന്ന് എന്നത് ഹീലിയം 3 ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ ഒരു ശേഖരം ഉണ്ട് ചന്ദ്രനിൽ എന്നുള്ളതാണ് ഇതുവരെയുള്ള നിരീക്ഷണമെങ്കിൽ ആ ധാതുക്കളുടെ ഖനനം സാധ്യമാകുമോ എന്നതാണ് അടുത്തതായി പരീക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഭൂമിയിലെ തന്നെ ശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് അടക്കം ഈ ഖനനത്തിലൂടെ ധാതുക്കൾ കണ്ടെത്താൻ സാധിക്കും എന്നതാണ്. ഒപ്പം ഭൂമിയിലെ ധാതുക്കളുടെ ശേഖരം കുറഞ്ഞു വരുന്നു എന്ന ആശങ്കയും അതിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ചന്ദ്രനിലെ മനുഷ്യവാസത്തെക്കുറിച്ച്. അതായത് ഭൂമിയിൽ നമുക്കറിയാം പ്രത്യേകമായ ആവാസ വ്യവസ്ഥകളാണ് നമുക്കുള്ളത്. അത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയല്ല, മറിച്ച് പരിണാമത്തിലൂടെ സംഭവിക്കുകയും പിന്നീട് മനുഷ്യൻ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്വതസിദ്ധമായ ആവാസ വ്യവസ്ഥയാണ് ഭൂമിയിൽ. എന്നാൽ ചന്ദ്രനിൽ അങ്ങനെയല്ല. ചന്ദ്രനിലേക്ക് തീർത്തും കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യജീവന് പറ്റുന്ന തരത്തിൽ, മറ്റ് ജീവിത സാഹചര്യങ്ങളിലൂടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു കൃത്രിമമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്ഥിരമായി തന്നെ മനുഷ്യന് ചന്ദ്രനിൽ താമസിക്കാനും അവിടെ ജീവിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? അത് പറ്റുമെങ്കിൽ അതിനുള്ള ചുവടുവെപ്പുകൾ എന്തൊക്കെ? അതിനു വേണ്ടിയുള്ള നിർണായകമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് നടത്തുക. അതിനുശേഷം 10 ദിവസത്തിന് ശേഷം ആയിരിക്കും ഈ സംഘം പരീക്ഷണങ്ങൾ നടത്തി തിരികെ ഭൂമിയിലേക്ക് എത്തുക. ആ ഭൂമിയിലേക്ക് എത്തുന്ന പ്രക്രിയ അതിസങ്കീർണമാണ് എന്നാണ് നാസ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ വിക്ഷേപണം വിജയകരം എന്ന് പറയുമ്പോൾ ആ വിക്ഷേപണത്തെക്കാൾ ഏറെ ദുർഘടമായൊരു ദൗത്യം ആണ്
തിരികെ എത്തുന്നത് ഭൂമിയിലേക്ക് എന്ന് നാസ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് ഈ പേടകം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആ പേടകത്തിന്റെ വേഗത എന്നത് ഏതാണ്ട് 40,000 കിലോമീറ്റർ ആയിരിക്കും. 40,000 കിലോമീറ്റർ വേഗതയിൽ ഒരു വസ്തു അതെന്തുമായിക്കൊള്ളട്ടെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഘർഷണം അത്രമേൽ തീവ്രമായിരിക്കും. ആ ഘർഷണം വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള താപനിലയെ അടക്കം ചെറുക്കാൻ, ആ താപനില എന്നതും സാധാരണ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് സൂര്യൻ്റെ താപനിലയുടെ പകുതിയോളം വരുന്ന താപനില, അതായത് 2700 ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് താപനില. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കൊരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 37 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ പോലും നമ്മൾ കൊടും ചൂട് എന്നാണ് പറയാറുള്ളത്. 100 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെയാണ് 2700 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ആണ് ഈ പേടകം ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ പേടകത്തിന് വളരെ കൃത്യമായി ഇത്രയും താപനിലയെ ചെറുക്കാനും അപ്പോഴും ആ യാത്രക്കാർക്ക് അതിനുള്ളിൽ താപനില അനുഭവപ്പെടാതെ സുഗമമായി ഭൂമിയിലേക്ക് വരാനും പറ്റുന്ന സംവിധാനം ആണ് ഈ ഓറിയോൺ പേടകത്തിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഭൂമിയിലേക്ക് പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ അവർക്ക് എത്താൻ പറ്റും. എന്താണെങ്കിലും ഈ 10 ദിവസം അവർ ഈ ദൗത്യ സംഘം ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്ന ഡേറ്റകൾ എന്നത് ഒരു പക്ഷേ ചന്ദ്രനിലും ഭൂമിയിലും മനുഷ്യവാസം സാധ്യമാകുന്നതിനെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ആകുമെന്ന് നാസ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ തന്നെ ആ ദൗത്യം വിജയകരമാക്കി പൂർത്തിയാക്കാൻ ഈ സംഘത്തിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ശാസ്ത്രലോകം ഒരുപോലെ ആശംസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.